ഹലോ കൂട്ടുകാരെ, ഇന്ന് രാവിലെ ഞാൻ വേഗം അടുക്കളയിൽ കയറാൻ പോകാം. എന്താണെന്നറിയാം, ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ ഒരു ഗസ്റ്റ് വരും. ഞാൻ എന്നും രാവിലെ ഇങ്ങനെയാണ് കേട്ടോ, രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷായിട്ട് ഞാൻ അടുക്കളയിൽ കയറാറുള്ളൂ. പക്ഷേ മുടി നനയ്ക്കാറില്ല, മുടി വൈകിട്ടേ നനയ്ക്കാറുള്ളൂ കേട്ടോ. കാരണം മുടി കെട്ടി വെച്ചുകൊണ്ട് ജോലി ചെയ്യേണ്ടത്, ഞാൻ അഴിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ജോലി ചെയ്യുന്നത്. ഒന്നാമത് ചൂടല്ലേ. പിന്നെ എൻ്റെ ഹെയറിനെ പറ്റി ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അതെനിക്ക് ടൈം കിട്ടുമ്പോൾ ഞാൻ അതിനെപ്പറ്റിയൊക്കെ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പം എനിക്ക് സമയം കിട്ടുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഞാൻ ഒരു ദിവസം ചെയ്യാം ഹെയറിനെ പറ്റിയുള്ളതല്ല. അപ്പം മുടിയെല്ലാം കെട്ടി റെഡിയാക്കി വെച്ചു. അപ്പം വേഗം കിച്ചണിലോട്ട് കയറട്ടെ കേട്ടോ. ഇന്ന് കുറച്ച് കൂടുതൽ ഉണ്ടാക്കണം. കാരണം ഈ വരുന്ന ഗസ്റ്റ് പിന്നെ വെജിറ്റബിൾസ് മാത്രമേ കഴിക്കത്തുള്ളൂ. അപ്പം ബ്രദർ വെജിറ്റബിൾ എല്ലാം മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ്, അതിൻ്റെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. ഇനി കിച്ചണിൽ കയറി കാര്യങ്ങൾ ഉണ്ടാക്കിയാൽ മതി. അത് ഇച്ചിരി താമസം വരും കേട്ടോ, എന്നാലും വേഗം ഉണ്ടാക്കട്ടെ. ഇതെന്തുവാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? തൈര് കടയുന്ന സാധനമാണ് കേട്ടോ ഇത്. ഞാൻ ഇന്നലെ അടുക്കിയപ്പം തൊണ്ടായിരിക്കുന്ന സ്റ്റാൻഡ് കണ്ടോ, അതിൻ്റെ പുറകിലിരുന്ന് കിട്ടിയത്. എൻ്റെ കുഞ്ഞായിരിക്കുമ്പോൾ മമ്മി കാശ്മീരിൽ നിന്ന് മേടിച്ച സാധനമാണത്. ഇപ്പോഴും നല്ലതായിട്ട് ഞാൻ പിന്നെ അത് തേച്ച് കഴുകി എടുത്തു. ഞാൻ സാധാരണ തൈര് എടുക്കുന്നത് മിക്സിക്കകത്തിട്ട് അടിച്ചാണ്. ഇതിപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. അപ്പം മമ്മി ഇങ്ങനെ ചെയ്യുന്ന കണ്ടിട്ട് ഞാൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് ചെയ്യുക. തൈര് റെഡിയായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പം മോര് കാച്ചാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. സമയം കിട്ടുവാണെങ്കിൽ മോര് കാച്ചത്തുള്ളൂ. അപ്പം തൈര് റെഡിയായി കണ്ടോ, നല്ലതായിട്ട് തൈര് കിട്ടിയിട്ടുണ്ട്. തൈര് കടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ക്യാബേജ് തോരൻ വെക്കണം, തീയൽ വെക്കണം, പരിപ്പ് കറി വെക്കണം, മെഴുക്കുവരട്ടി ഉണ്ടാക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം ആദ്യമേ തോരൻ ഉണ്ടാക്കരുത്. ഈ ക്യാബേജ് തോരൻ എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടാക്കാൻ. കാരണം വേഗം കാര്യം നടക്കും. ക്യാബേജ് കുഞ്ഞതായിട്ട് അരിഞ്ഞ് സവോളയും അരിഞ്ഞ് പച്ചമുളകും അരിഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ ഓക്കെ. അപ്പം കടുക് പൊട്ടിച്ചിട്ട് പിന്നെ ഈ പച്ചമുളകും ഉള്ളിയും കറിവേപ്പിലയും കൂടെ നല്ലവണ്ണം വഴറ്റിയതിന് ശേഷം നമ്മുടെ ക്യാബേജ് ഇട്ട് കൊടുക്കും. ക്യാബേജും വഴണ്ടി വരുമ്പോൾ നമ്മൾ ചിരകി വെച്ച തേങ്ങായും കൂടി ഇട്ട് നല്ലവണ്ണം വഴറ്റി ഒരു ചെറിയൊരു ബ്രൗൺ കളർ പോലെ വരുമ്പോഴത്തേന്, ബ്രൗണിഷ് അല്ല കേട്ടോ, ചെറുതായിട്ട് ഇങ്ങനെ വരുമ്പോഴത്തേന് അത് ഇറക്കി വെക്കും. എൻ്റെ ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പം കാണിക്കാവേ, 1 സെക്കൻഡ്. വന്നു എൻ്റെ ക്യാബേജ് തോരൻ റെഡി. ഇനി അടുത്തത് ഞാൻ തീയൽ വെക്കാൻ പോകുന്നത് മുരിങ്ങയ്ക്കായും ഉള്ളിയും കൊച്ചുള്ളിയും പച്ചമുളകും തക്കാളിക്കയും കൂടിയിട്ടുള്ള തീയലാണ് വെക്കാൻ പോകുന്നത്. തേങ്ങ ഓൾറെഡി ചിരകി വെച്ചതുണ്ട്. അപ്പം തേങ്ങ നല്ലോണം ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടുന്ന സാധനങ്ങളെന്ന് വെച്ചാൽ പെരിഞ്ചീരകം, കുരുമുളക്, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾ പൊടി, ചെറിയ ഉള്ളി 2-3 വെളുത്തുള്ളി, കറിവേപ്പില, ഇത്രയായിട്ട് നല്ലോണം ഫ്രൈ ചെയ്ത് അരച്ചെടുത്തു. എന്നിട്ട് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇത്രയും സാധനം എണ്ണയ്ക്കകത്തിട്ട് വഴറ്റി വെച്ച് ഈ അരപ്പും കൂടി ഇട്ട് സൂപ്പർ തീയൽ റെഡി. കണ്ടോ, നല്ല സൂപ്പർ തീയലാണ്. ഇനി എനിക്ക് ഒത്തിരി വെക്കാനുണ്ട്. ഓക്കെ, ഒരുപാട് നാളായിട്ട് നിന്നെ കാണണമെന്ന് വിചാരിച്ചിരുന്നത്. എനിക്കും അറിയില്ല, ഏകദേശം കുറെ ദിവസമായിട്ട് ഒത്തിരി ദിവസമായിട്ട് എന്നോട് വരണമെന്ന് പറയുന്നുണ്ട്. എനിക്കറിയാം ഈ ചെറുക്കന്റെ കാര്യം. എന്താ പറഞ്ഞാൽ എനിക്ക് സന്തോഷം. കാരണം കുറെ നാളായി ഞാൻ മനുഷ്യന് ശേഷം പിന്നെ ഞാനങ്ങനെ എവിടെ പോകാറില്ല. അച്ഛൻ എപ്പോഴും കോണ്ടാക്ട് ഉണ്ട്. ഞാൻ അപ്പൊ ആന്റിയോട് സംസാരിക്കാറുണ്ടല്ലോ. അത് വലിയൊരു കൃപ. പിന്നെ എനിക്ക് ഇവിടെ വരാൻ പറ്റി. സന്തോഷം. കാരണം ഒരു അനിയനുണ്ട് എന്ന് പറഞ്ഞുള്ള അറിവല്ലാതെ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. ആന്റി, സന്തോഷം എന്നാ പറയാ എനിക്ക് വന്നു കഴിക്കാതെ. ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് ഇങ്ങനെ നമ്മുടെ അകത്ത് വരുന്ന ആൾക്കാരല്ലേ. പക്ഷെ ഇവിടെ എനിക്ക് അങ്ങനെയല്ല ഉണ്ടായത്. ഭയങ്കര ക്ലോസ് ആയിരുന്നു. അതൊരു ദൈവത്തിന്റെ വലിയൊരു കൃപ. മനസ്സിലാക്കാൻ വലിയൊരു കാര്യമാണ്. അമ്മയൊക്കെ സുഖമായിട്ടിരിക്കുന്നു. എല്ലാരും നല്ലതായിട്ട് സുഖമായിട്ടിരിക്കുന്നു. കുഴപ്പമൊന്നുമില്ല. സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. ചാക്കുച്ച ഒറ്റയ്ക്കാണ്. എന്തായാലും പോകണം. ഞാൻ പറഞ്ഞ വന്ന സ്ഥലക്ക് എന്തായാലും കാണാൻ പറ്റി. എന്തായാലും ഞാൻ ജസ്റ്റ് വന്നു. ഞാൻ പറഞ്ഞില്ല, ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുക്കാൻ പോകുന്ന ദിവസം ഞാൻ എന്തായാലും വരാം. വന്നിട്ട് ഒരു 2 ദിവസം നിന്നിട്ടേ പോകുള്ളൂ. നമുക്ക് ഇവിടെ എല്ലാം കൂടെ നമുക്ക് പോയിട്ട് വരാം. ഓൾറെഡി ആദ്യം ഷെയ്ക്ക് കൊണ്ട് തന്നു. അതെടുക്കാൻ വിട്ടു കേട്ടോ. അപ്പൊ അതുകൊണ്ടാ ഇത്രയായി. അടിപൊളിയാട്ടോ. പിന്നെ ഭയങ്കര രസം. സത്യം പറഞ്ഞാലേ എന്റെ അമ്മയുടെ അത്ര ഒക്കെ ഉള്ളത്. വേറൊരു കാര്യമുണ്ട്. ഇങ്ങോട്ട് നീങ്ങിക്കും, അവിടെ കാണത്തില്ലെന്ന് തോന്നുന്നു. വേറൊരു കാര്യമുണ്ട്. അതായത് എന്നാ പറയണ്ടേ,
ഭയങ്കര ഞാൻ ആദ്യമേ കണ്ടപ്പോൾ ഭയങ്കര ക്രൂരയാണോ മീൻസ് എന്താ പറയണേ അങ്ങനെ ഒരു ഇതിലാണ് കണ്ടത്. പക്ഷേ ഈ മറ്റേ ആട്ടുകുട്ടിയുടെ എന്താ അങ്ങനെ സംഭവമില്ലേ ആ ഒരു അതെന്താ മോനെന്നറിയാമോ, എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ ഒരുപാട് നാളിന് ശേഷം എന്നോട് പറയാറുണ്ട്, ഏഞ്ചലിനെ കണ്ടപ്പോൾ ഏഞ്ചൽ ഭയങ്കര ജാടയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. പക്ഷെ അവരൊക്കെയാണ് ഇപ്പൊ എന്റെ ബെസ്റ്റീസ്. അതാ പറഞ്ഞത്, നമ്മൾ ആരും മനസ്സിലാക്കാതെ ചിലപ്പോൾ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യും അയ്യോ ഇവരിങ്ങനെ ആയിരിക്കും. പക്ഷെ അങ്ങനെയുള്ള കാര്യം നമ്മൾ മനസ്സിലായിട്ട് മനസ്സിലാക്കണം. അതേ അച്ചാച്ചനാണെങ്കിലും കാര്യം നമ്മളെ ഒത്തിരി എന്താണ് എനിക്ക് പേഴ്സണൽ പറഞ്ഞാൽ ഞങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആളാണ് ഈ നിൽക്കുന്ന ഒരു വ്യക്തി. അപ്പോൾ അത് എനിക്ക് അല്ലെങ്കിൽ അച്ചാച്ചനൊക്കെ അറിയാം, മീൻസ് ആന്റിക്കൊക്കെ അറിയാം, അത് വലിയൊരു ഇതാണ്. അപ്പൊ നമുക്ക് ചെയ്തു തന്ന ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. പിന്നെ എന്തായാലും ഞാനൊക്കെ വഴിയ വീഡിയോസുകളൊക്കെ പറയാം. കാരണം കുറെ ദിവസമായി ഞാൻ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തായാലും ഞാൻ റീൽസിലും യൂട്യൂബിലൊക്കെ നല്ല ആക്റ്റീവായിട്ട് വരും. കാര്യം നമുക്ക് നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് പിന്നെ നമ്മളെ പോലുള്ള ആൾക്കാരൊക്കെ വളരെ എന്താ പറയണ്ടേ ഒത്തിരി വേദനകൾ സഹിച്ചും അല്ലെങ്കിൽ ഒത്തിരി ദുഃഖം സഹിച്ചിട്ടൊക്കെ വരുന്ന ആൾക്കാർ. ഞങ്ങൾ മാത്രമല്ല കേട്ടോ, എല്ലാ ആൾക്കാർക്കും ലോകത്തിൽ ദുഃഖങ്ങളുണ്ട്. പക്ഷെ ഞങ്ങൾ കുറച്ചും കൂടെ കൂടുതലായിട്ട് അനുഭവിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിനെല്ലാം വലിയൊരു ഇത് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി സംഭവിക്കട്ടെ. കാര്യം ഇതുപോലുള്ള കുറെ ആൾക്കാർ നമ്മളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, മോനും ഞങ്ങളെ ചേർത്ത് പിടിക്കുന്നുണ്ടല്ലോ. തീർച്ചയായും അത് മോനെ അറിയാവുന്നതാണ്. ഞങ്ങളുടെ അമ്മ പോയി, അപ്പം പോയി, ഞങ്ങൾ ഒറ്റപ്പെട്ട് ഇപ്പൊ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ആരുമില്ല. എനിക്ക് എന്റെ ബ്രദർ നോക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനും എടുക്കാനും ഒന്നും അറിയില്ല. തീർച്ചയായിട്ടും നിങ്ങളെ പോലുള്ളവർ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് ഞങ്ങൾ ദൈവത്തിന് ഒരുപാട് നന്ദി പറയുക. കാരണം ഞങ്ങളെ സ്നേഹിക്കാൻ, കാരണം മറ്റൊന്നും ആഗ്രഹിക്കാതെ, മീൻസ് ഇപ്പോഴത്തെ ആളുകൾ സ്നേഹിക്കുന്നത് എന്തെങ്കിലുമൊക്കെ അവർക്ക് ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ്. മോൻ ഞങ്ങളെ സ്നേഹിക്കുന്നത് ഞങ്ങൾ ഏതാ മോൻ അറിയത്തില്ലായിരുന്നു. മോൻ ഏതാ എന്താന്ന് ഞങ്ങൾക്കും അറിയത്തില്ല. പക്ഷെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് സ്നേഹിക്കുന്നു ഇല്ലേ. നമ്മളിപ്പം ആദ്യമായിട്ടാണ് ഞാൻ മോനെ കാണുന്നത്. പക്ഷെ അതൊരു വല്ലാത്ത ഒരു എന്താ പറയുന്നത്, വല്ലാത്തൊരു ഫീലിംഗ് ആണ്. എനിക്ക് അറിയത്തില്ല, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് അതിങ്ങനെ പറഞ്ഞ് എക്സ്പ്രസ് ചെയ്യണമെങ്കിലും എനിക്ക് അറിയാൻ അതാണ് നമുക്ക് സംഭവം. എന്റെ ചിന്ത വേറെ ലെവലിലേക്ക് അങ്ങ് പോവാണ്. വന്നതിലുള്ള സന്തോഷം കൊണ്ടാണ്, വന്നതിലുള്ള എന്തായാലും ഞാൻ ഇനി എന്തായാലും 20-ാം തീയതി വരുന്നതായിരിക്കും. പിന്നെ ഇവിടുത്തെ പള്ളിപ്പെരുന്നാളാണ്. അപ്പൊ നമുക്ക് എന്തായാലും അവിടുത്തെ കുറെ വീഡിയോസും ഞങ്ങളൊക്കെ എടുക്കാം കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെയൊക്കെ ആന്റിയുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പൊ മുമ്പോട്ടുള്ളതല്ലേ എല്ലാ കാര്യങ്ങളും നമ്മുടെ ആന്റിയുടെ ചാനലിൽ കൂടെ ഒക്കെ വരുന്നതായിരിക്കും. അപ്പൊ എന്തായാലും ഞങ്ങൾ കുറെ അടിപൊളി വീഡിയോസ് ഒക്കെ ആയിട്ട് വരാം കേട്ടോ. പിന്നെ ആന്റി പോകാൻ സമയമായിട്ടില്ലേ, ഏകദേശം 10:15 കാര്യം പോകണം. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇറങ്ങാൻ പോയി, ട്രെയിൻ പോകണം. അപ്പൊ അതിനുള്ള കുറച്ച് ഇതൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. പിന്നെ ആന്റിയുടെ പേര് പറഞ്ഞിട്ടില്ല, ആന്റി പേര് പറഞ്ഞേ. എന്റെ പേര് ഏഞ്ചൽ. അതാ പറഞ്ഞത്, നമ്മൾ ആദ്യമേ കണ്ടപ്പോൾ പെട്ടെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചെങ്കിലും ഏഞ്ചലിന്റെ ഒരു മനസ്സാണ് ഇത് ആന്റണി ചാച്ചൻ. അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം ഈ ഒരു ചെറിയൊരു വ്ളോഗിൽ വരാൻ വേണ്ടി പറ്റിയതിലും. ആന്റി താങ്ക് യു സോ മച്ച്. എന്താ പറയാനുണ്ടല്ലോ? എന്റെ മോൻ വന്നതിനകത്ത് ഭയങ്കര സന്തോഷമാണ് എനിക്ക്. എന്റെ കുഞ്ഞനിയനായത്, എന്റെ കുഞ്ഞനിയൻ എന്നും മീൻസ് ഞങ്ങളുടെ മനുഷ്യരായാലും ഞങ്ങൾ രണ്ടുപേരും സ്വന്തം അനിയന്മാരെ പോലെ കൊണ്ട് നടക്കുന്നത്. അത് വലിയൊരു സന്തോഷമാണ് ഞങ്ങൾക്ക്. ഈ മനു പോലെ എന്നെ അച്ചാന്നാ വിളിക്കുന്നത് പോലും. ഇവിടെ വരാന്ന് പറഞ്ഞു 2 ദിവസം മുന്നേ എന്നോട് പറഞ്ഞു ഇവിടെ വരാം, ജെവിനായിട്ട് വരാമെന്ന് പറഞ്ഞതാണ്. പക്ഷെ എല്ലാം ദൈവത്തിനായി പോയി. Okay, thank you for watching our video. Thank you. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ഗസ്റ്റ് വന്നപ്പോഴത്തേനെ സന്ധ്യയായി. അപ്പോഴത്തേനും എനിക്ക് നല്ല ടൈം കിട്ടി. ഞാൻ ജോലി അങ്ങ് തീർത്തു. സാമ്പാറും വെച്ചു, പിന്നെ നാരങ്ങ അച്ചാർ ഇട്ടു. ഇലിമ്പിപ്പുള്ളി അച്ചാർ ഓൾറെഡി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ മോര് കാച്ചാനൊന്നും പോയില്ല. അപ്പം പരിപ്പ് കറിയും സാമ്പാറും തീയലും തോരനും നാരങ്ങ അച്ചാറും തൈര് പിന്നെന്താ ഇലിമ്പിപ്പുള്ളി അച്ചാർ ഇത്രയൊക്കെ ഉണ്ടായിരുന്നു. അത് മതിയെന്ന് വെച്ചു. അപ്പം ഓക്കെ, താങ്ക് യു ഓൾ. ഗോഡ് ബ്ലെസ് യു.